ഈശോയിലേറ്റം സ്നേഹിക്കപ്പെടുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, 50 നോമ്പിന്റെ 41 ദിനത്തിലേക്ക് നാം പ്രവേശിക്കുക. ഈശോയുടെ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവത്തിന്റെ കൃപ നിറയാനായിട്ട് ആഗ്രഹിക്കുക. ദൈവ കൃപ നിറയുമ്പോഴാണ് കർത്താവ് നമ്മോട് കൂടെ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ദൈവം നമ്മോട് കൂടെ ഉണ്ടാകുന്നത്, ആത്മാവിന്റെ അഭിഷേകം നിറയുന്നത്. അതായത് ഒരു പാപമില്ലാത്ത വിശുദ്ധമായ ഒരു അവസ്ഥ, ദൈവത്തോട് ചേർന്നിരിക്കുന്ന, ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ജീവിതം. അപ്പോഴാണ് ഈ കൃപയൊഴുകുന്നത്. ദൈവകൃപ എന്ന് പറയുന്നത് ഒരു ദൈവത്തിന്റെ സ്വഭാവം തന്നെ, അല്ലെങ്കിൽ ദൈവികതയാണ് ദൈവകൃപ എന്ന് പറയുന്നത്. ഈ കൃപയ്ക്ക് നമ്മൾ പാത്രീഭൂതരാകണമെങ്കിൽ, അല്ലെങ്കിൽ ഈ കൃപ ലഭിക്കണമെങ്കിൽ നമ്മൾ വിശുദ്ധിയിൽ ജീവിക്കണം, എളിമയിൽ വളരണം. പലപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ, താഴ്ന്ന നിലത്തേക്കാണ് നീരോടു എന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ ഉയരത്തിൽ നിന്ന് താഴേക്കാണ് വെള്ളം ഒഴുകുക എന്ന് പറയുന്നത് പോലെ, നമ്മൾ താഴ്ന്നു നിൽക്കുമ്പോൾ, നമ്മൾ എളിമപ്പെടുമ്പോൾ അങ്ങോട്ടാണ് ദൈവകൃപ ഒഴുകുന്നത്. അതുകൊണ്ട് അഹങ്കാരത്തിന്റെ മേഖല വെടിഞ്ഞ് നമ്മൾ താഴ്ന്ന നിലയിൽ ജീവിക്കുമ്പോൾ കർത്താവിന്റെ കൃപയും കരുണയും. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് കൃപ ലഭിച്ചത്? അമ്മയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ആരോടും ഒന്നും പരാതികളോ പരിഭവങ്ങളോ കുറ്റം പറച്ചിലുകളോ ഒന്നുമില്ല. അമ്മയെല്ലാം സ്നേഹത്തോടെ ഹൃദയത്തിൽ ചേർത്ത് വെച്ചു. ദൈവതിരുസന്നിധിയിൽ നിരന്തരം പ്രാർത്ഥിച്ചു. എളിമപ്പെട്ടുകൊണ്ടുള്ള ഒരു ജീവിതം. ആരുടെയും കുറ്റം പറയാൻ പോയില്ല. എല്ലാവരെയും സ്നേഹിച്ചു, എല്ലാവരെയും ചേർത്ത് പിടിച്ചു, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു. അതാണ് പരിശുദ്ധയമ്മ. അങ്ങനെയാണ് പരിശുദ്ധയമ്മ ദൈവകൃപയ്ക്ക് പാത്രമാകുന്നതെങ്കിൽ, പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ തന്നെയായിരിക്കണം. പരിശുദ്ധയമ്മയെ പോലെ ആരോടും പരാതികളും പരിഭവങ്ങളും ഒന്നുമില്ലാതെ എല്ലാവരെയും സ്നേഹിക്കുന്ന, എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മകനായി മകളായി വളരണം. ലൂക്കയുടെ സുവിശേഷം 1-ാം അധ്യായം 38-ാം തിരുവചനത്തിൽ ദൈവദൂതൻ മറിയത്തോട് പറയുക, ദൂതൻ അവളോട് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. ദൈവകൃപയുള്ളപ്പോൾ അവിടെയാണ് കർത്താവ് കൂടെ ഉണ്ടാകുന്നത്. അവിടെയാണ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ലഭിക്കുന്നത്. അപ്പോഴാണ് നമുക്ക് എല്ലാം സഹിക്കാൻ, എല്ലാം സ്നേഹിക്കാൻ, എല്ലാവരെയും സ്നേഹിക്കാൻ, ശത്രുതാ മനോഭാവമൊക്കെ വെടിയാൻ, അഭിഷേകത്തിൽ ജീവിക്കാൻ, ഭയമില്ലാതെ ജീവിക്കാനായിട്ടുള്ള കൃപ നമുക്ക് ലഭിക്കുന്നത് അവിടെയാണ്. പൗലോസ്ലീഹ കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനത്തിന്റെ 15-ാം അധ്യായം 10-ാം തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. എൻ്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല. നേരെ മറിച്ച് എല്ലാവരെയും അധികം ഞാൻ അധ്വാനിച്ചു. എന്നാൽ ഞാനല്ല, എന്നിലുള്ള ദൈവ കൃപയാണ് അധ്വാനിച്ചത്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ദൈവ കൃപ ലഭിക്കുമ്പോഴാണ് നമുക്ക് ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ, ദൈവത്തിന് വേണ്ടി വേല ചെയ്യുവാൻ, ദൈവത്തിന് വേണ്ടി ആത്മാക്കളെ നേടുവാനായിട്ട് നമുക്ക് കഴിയുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മളും പരിശ്രമിക്കണം. ദൈവകൃപ നിറഞ്ഞവരായി ജീവിക്കുവാനായിട്ട്, ദൈവകൃപ ലഭിക്കുവാനായിട്ട്, എളിമയിൽ, വിനയത്തിൽ, സ്നേഹത്തിൽ, സഹനത്തിലൊക്കെ ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. പ്രിയമുള്ളവരെ, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 16-ാം തിരുവചനം ഇങ്ങനെ പറയുന്നുണ്ട്, അവന്റെ പൂർണ്ണതയിൽ നിന്നും നാം എല്ലാം കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. കർത്താവിന്റെ പൂർണ്ണതയിൽ നിന്നാണ് ഈ കൃപ ലഭിക്കുന്നത്, അല്ലെങ്കിൽ ദൈവികത എന്ന് പറയുന്നത്, ദൈവിക സ്വഭാവം എന്ന് പറയുന്നത്. നമുക്കറിയാം, നമുക്കാർക്കും ദൈവമാകാൻ സാധിക്കില്ല. പക്ഷേ ദൈവത്തോട് ചേർന്ന് നിന്ന് നമ്മൾ കത്തോലിക്കരെന്ന്, ക്രിസ്ത്യാനി എന്നൊക്കെ പറയുമ്പോൾ, ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയായി ക്രിസ്തുവിന്റെ വഴിയെ നടക്കാൻ കഴിയണം. അതാണ് യഥാർത്ഥ ക്രിസ്ത്യാനി. ക്രിസ്തു കാണിച്ചു തന്ന മാർഗം, സ്നേഹത്തിന്റെ, സഹനത്തിന്റെ, സഹോദര സ്നേഹത്തിന്റെ ആ ഒരു മുഖം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നമ്മിൽ നിന്ന് മറ്റുള്ളവരെ ദൈവത്തെ കാണാൻ, ക്രിസ്തുവിനെ കാണാനായിട്ട് കഴിയണം. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഈ ദൈവകൃപയുടെ അനുഭവം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എഫേസോസിലെ സഭയ്ക്ക് പൗലോസ്ലീഹ എഴുതിയ ലേഖനത്തിന്റെ 2-ാം അധ്യായം 8-ാം തിരുവചനം ഇങ്ങനെ പറയുന്നുണ്ട്, വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. ഈ കൃപ കൊണ്ടാണ് രക്ഷിക്കപ്പെടുന്നത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിന്റെ ദാനമാണ്. അവിടെ പറയുക, ദൈവത്തിന്റെ ദാനമാണ്. നമ്മുടെ അവകാശമെന്നോ ഒന്നും പറയാനായിട്ട് പറ്റില്ല. നമ്മുടെ ജീവിതം കൊണ്ട്, നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട്, നമ്മുടെ ജീവിതത്തിലെ വിശുദ്ധമായ അവസ്ഥ കൊണ്ട്, അത് ദൈവം നൽകുന്ന ഒരു സമ്മാനം തന്നെയാണ് കൃപ എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, നമുക്ക് ആഗ്രഹിക്കാം ദൈവകൃപ നിറഞ്ഞ ഒരു ജീവിതത്തിന് വേണ്ടി. ദൈവകൃപ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും ഈശോയുടെ സാന്നിധ്യമൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാകും. അപ്പോൾ തീഷ്ണതയിൽ കത്തിച്ചൊലിക്കുന്ന മക്കളായി മാറുവാനായിട്ട് നമുക്ക് സാധിക്കും. പ്രിയമുള്ളവരെ, ഈ നോമ്പ് കാലഘട്ടത്തിന്റെ 41-ാം ദിവസം ഏറ്റവും തീഷ്ണതയോടെ പ്രാർത്ഥിക്കുക. സ്വയം എളിമപ്പെടുത്തി, സ്വയം താഴ്ന്ന്, ഭൂമിയോളം. ഈശോ താഴ്ന്ന് കാണിച്ചില്ലേ? ഈശോ സഹിച്ച് കാണിച്ചില്ലേ? ഈശോ സ്നേഹിച്ച് കാണിച്ചില്ലേ? അതേപോലെ ഈശോയുടെ അതേ മാതൃകയിൽ സ്നേഹത്തോടെ, ക്ഷമയോടെ, താഴ്മയോടെ, എളിമയോടെ ദൈവകൃപയ്ക്ക് പാത്രീഭൂതരാകുന്നവരാകാൻ
നമുക്ക് പരിശ്രമിക്കാം. നല്ല ഈശോ നമ്മുടെ ജീവിതങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.